ഒരാൾ ചെയ്ത് വിജയിപ്പിക്കുന്നത് കണ്ട് അതിൻ്റെ പുറകെ പോകുന്നതിനെക്കാട്ടിയും ഞാനൊരു സംരംഭം തുടങ്ങിയിട്ട് അത് വിജയിപ്പിച്ചെടുക്കണം എന്ന് കാണിക്കുന്നത് വലിയൊരു ധൈര്യം തന്നെയാണ്. അപ്പോൾ 12 വർഷം മുമ്പ് ഈ സ്ഥാപനം എങ്ങനെയാണ് ഉണ്ടായത്? എനിക്കതാണ് അറിയേണ്ടത് ആദ്യം. എനിക്ക് സത്യത്തിൽ ചെറുപ്പം മുതലേ ഈ ഒരു പ്രൊഫഷനോട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. 12 വർഷം മുമ്പ് ഒട്ടും ഇതിനോട് യോജിക്കുന്ന പാരൻസ് അല്ല. സമൂഹം തന്നെ അങ്ങനെയാണ്. കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ശരിക്കും ഞാൻ സത്യത്തിൽ ഒരു ബിസിനസ്സുകാരിയൊന്നുമല്ല. ഞാൻ എപ്പോഴും ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ എൻ്റെ വർക്കിൽ ഞാൻ 100% കൊടുക്കും. ബിസിനസ് ചെയ്യാൻ അറിയില്ലെന്നാണോ? സത്യമായിട്ടും അറിയില്ല. അതെന്റെ ഡെഡിക്കേഷൻ കൊണ്ട് ഞാൻ കയറി വന്നതായിരിക്കാം. ടൈമിൽ പോലും ഞാൻ അത്രയും പങ്ക്ച്വലാണ്. ഞാനൊരു അരമണിക്കൂർ മുമ്പ് ഞാൻ അവരുടെ വീടിന്റെ മുമ്പിൽ എത്തും. എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞ ടൈം വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ടൈമിൽ ഞാൻ ഇവരെ വിളിക്കും. ചില ദിവസങ്ങളിൽ കുട്ടികൾ എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഡെഡിക്കേഷൻ കാരണം ഡെലിവറിയുടെ ടൈമിൽ വരെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പല സ്ത്രീകൾക്കും പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ ടെൻഷനായിരിക്കും. എപ്പോഴും ഒരാൾ തുടങ്ങി വിജയിപ്പിച്ചതിൻ്റെ പുറകെ ആയിരിക്കും എല്ലാവരും പോകുന്നത്. റിസ്ക് എടുക്കാൻ പലരും തയ്യാറാവാറില്ല. പക്ഷേ ഒരു 12 വർഷം മുമ്പ് ഒരു സംരംഭം ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി, വേറൊരു പ്രൊഫഷനിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇറങ്ങിയിട്ട് 12 വർഷം കൊണ്ട് ഇപ്പോഴും കൊച്ചിയിൽ തല ഉയർത്തിയേക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിയാമ മേക്കപ്പ് അക്കാഡമി ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ. അക്കാഡമി അടുത്താണ് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വിജയത്തിൻ്റെ ഇതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അതിൻ്റെ അമരക്കാരി ഷമിത ഫൈസലാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം, വെൽക്കം ടു യുവർ ഷോ. എന്തായാലും കൊള്ളാം. എനിക്ക് റിസ്ക് എടുക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്, അത് വിജയിപ്പിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലത്തെ ഒരാളാണ്. 12 വർഷം മുമ്പല്ലേ നമ്മൾ നമ്മുടെ സ്ഥാപനം തുടങ്ങിയത്. ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരാൾ ചെയ്ത് വിജയിപ്പിക്കുന്നത് കണ്ട് അതിൻ്റെ പുറകെ പോകുന്നതിനെക്കാട്ടിയും ഞാനൊരു സംരംഭം തുടങ്ങിയിട്ട് അത് വിജയിപ്പിച്ചെടുക്കണം എന്ന് കാണിക്കുന്നത് വലിയൊരു ധൈര്യം തന്നെയാണ്. അപ്പോൾ 12 വർഷം മുമ്പ് ഈ സ്ഥാപനം എങ്ങനെയാണ് ഉണ്ടായത്? എനിക്കതാണ് അറിയേണ്ടത് ആദ്യം. എനിക്ക് സത്യത്തിൽ ചെറുപ്പം മുതലേ ഈ ഒരു പ്രൊഫഷനോട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പഠിക്കുന്ന കാലഘട്ടം തൊട്ട്. നമ്മളൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്, അറിയാലോ. ഒരു 12 വർഷം മുമ്പ് ഒട്ടും ഇതിനോട് യോജിക്കുന്ന പാരൻസ് അല്ല. സമൂഹം തന്നെ അങ്ങനെയാണ്. മനസ്സിലായി. ഞാനപ്പോൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ വീട്ടിൽ സമ്മതമല്ലായിരുന്നു. പിന്നെ ഞാൻ വേറൊരു പ്രൊഫഷനിലേക്ക് പോയി. കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എല്ലാവരും വിജയത്തിന്റെ പുറകിൽ ഒരാളെന്ന് പറയുന്ന പോലെ നമ്മുടെ വിജയത്തിന്റെ പുറകിൽ നമ്മുടെ ഹസ്ബൻഡാണ്, ഫൈസലിക്കയാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആഗ്രഹം പറഞ്ഞു, അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചോ, ചെയ്യാത്ത പണിയാണ്, റിസ്ക് എടുക്കണോ എന്നൊക്കെ ചോദിച്ചായിരുന്നോ? അങ്ങനെയല്ല, ഞാനിത് പഠിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ആള് സമ്മതിച്ചു, പഠിക്കാൻ പോയി. പിന്നീട് ഞാനിങ്ങനെ ഒരു ഷോപ്പ് ഇടണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു ഡൗട്ടായിരുന്നു, വേണോ വേണ്ടേ, ഇത്രയും നമുക്ക് റെന്റ് കൊടുക്കണം, അത് ഇത്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, 6 മാസം ഞാൻ റെന്റ് കൊടുത്തോളാം, അതിനുശേഷം നീ റെന്റ് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ധൈര്യം തന്നെ. അതെ അതെ, സത്യത്തിൽ അങ്ങനെയാണ്. പക്ഷെ 1 മാസം പോലും പുള്ളി റെന്റ് കൊടുക്കേണ്ട വന്നില്ല, ദൈവം സഹായിച്ചു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വർക്കുകൾ വന്ന്. ബ്രൈഡൽസ് ആയിരുന്നു കൂടുതൽ. ഞാൻ മേക്കപ്പിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരാൾ നിന്നിട്ടാണ് സലൂൺ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മുടെ അപ്രോച്ച് പോലെ എന്തായാലും സ്റ്റാഫിന്റെ അപ്രോച്ച് വരില്ല. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ പ്രഗ്നൻസി വന്നു. സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ, സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6-7 മാസമായി. ഇപ്പൊ സെക്കൻഡ് പ്രഗ്നൻസി. എനിക്ക് മനസ്സിലായി, 6 മാസം ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പൊ സത്യത്തില് കുറച്ച് പ്രശ്നങ്ങൾ, എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് കുറേ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളെല്ലാം വരും. നമ്മൾ കുറേ വയറൊക്കെ വെച്ചിട്ട് കാലൊക്കെ എടുത്ത് മടിയിൽ വെച്ച് പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ മോളെ. പക്ഷെ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. എൻ്റെ വർക്കിൽ ഞാൻ അന്നും ഇന്നും എനിക്ക് ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളത്, അതിപ്പോൾ എൻ്റെ സ്റ്റാഫിനെ കൊണ്ടാണെങ്കിലും ഞാനാണെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തു. പിന്നീടാണ് നമ്മളത് കുറച്ചുകൂടി വലുതാക്കി
പിന്നെ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടി, രണ്ടാമത്തെ സലൂൺ എടുത്തു. അങ്ങനെയാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പുറത്ത് നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. അതെ, ഉറപ്പായും. ഈ ചെറുപ്പത്തിൽ ഇതിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ആഗ്രഹം ഈ ഉള്ളിൽ വരാൻ കാരണം? നമുക്ക് നോർമലി പെൺകുട്ടികൾക്ക് മേക്കപ്പിനോട് പണ്ടേ എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു ഇഷ്ടം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കല്യാണങ്ങളൊക്കെ പഠിക്കണതിന് മുമ്പ് തന്നെ, അന്നൊന്നും അധികം മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കല്യാണത്തിന്. ചെയ്തു കൊടുക്കാറുണ്ട് ഫ്രണ്ട്സിന്. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് അന്നേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് പിന്നെ ആ സമയത്തും ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും അറിയാം, 12 വർഷം മുമ്പ് നമുക്കിത് ഭയങ്കര സപ്പോർട്ടിങ് അല്ല. സമൂഹമാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളിത് ഓക്കെ ആണ്, എല്ലാ ഫീൽഡിലും ഉണ്ട് പ്രശ്നങ്ങളും അല്ലാതെ നമ്മളെങ്ങനെ നിൽക്കണോ അതുപോലെ. അത് വീട്ടുകാർക്കൊക്കെ മനസ്സിലായപ്പോ ഇപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, എത്ര നാളോടാ മേക്കപ്പ് പഠിച്ചത്? ഞാനിപ്പോൾ അക്കാഡമിയിൽ 10 days ക്ലാസ്സുകളാണ് എടുക്കണം. 10 ദിവസത്തെ ക്ലാസ്സാണ് എടുക്കണം. ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ മേക്ക് ഓവർ 10 ദിവസം കൊണ്ട് പഠിക്കാമെന്നാണ് പറയുന്നത്. പഠിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ 10 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. 10 ദിവസം കൊണ്ടാണോ പഠിച്ചത്? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഷമിതയുടെ കാര്യത്തിൽ ഉള്ളിലൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ മേക്കപ്പ് ചെയ്ത് പഠിച്ചേക്കുന്നുണ്ട്, ഒരു സാധനം ഉള്ളിലുണ്ട്. അല്ലാതെ വരുന്ന ഒരാൾക്ക് 10 ദിവസം കൊണ്ട് പഠിച്ചിറങ്ങാൻ പറ്റും? അല്ലാതെ വരുന്ന ആളെന്ന് പറഞ്ഞാൽ ഈ ഒരു പാഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇൻട്രസ്റ്റ് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവണം, പഠിക്കാൻ വരുന്നവരുടെ. അല്ലാതെ ഒരു നല്ലൊരു ഇൻകം കിട്ടും, ചെറിയ പണിയാണ്, 3 മണിക്കൂർ കൊണ്ട് കുറേ കാശ് കിട്ടും, അങ്ങനെ വിചാരിച്ച് വരുന്നവർക്ക് പറ്റിയ പണിയല്ല ഇത്. ശരിക്കും നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം, നമുക്ക് നല്ലൊരു ഡെഡിക്കേഷൻ വേണം. ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായും 10 ദിവസം മതി. എൻ്റെ കുട്ടികൾ ഇപ്പോൾ 10 ബാച്ച് കഴിഞ്ഞു. ഈ 10 ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വളരെ കുറച്ച് പേഴ്സണലി എന്തെങ്കിലും കാരണങ്ങളും കൊണ്ട് അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ഇപ്പൊ ഈ ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ അക്കാഡമി ഇട്ടിട്ട്. എൻ്റെ കുട്ടികളിൽ മിക്കവാറും പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രൈഡൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നല്ല വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ലൊരു സാധ്യതയുള്ള മേഖലയാണ്. ഉറപ്പായും നമ്മള് സത്യത്തിൽ എനിക്ക് വരുന്ന കുട്ടികൾ LLB കഴിഞ്ഞ കുട്ടികൾ, IT പ്രൊഫഷണലിസ്റ്റുകൾ. പിന്നെ അവരൊരു പ്രൊഫഷനിൽ നിന്നുകൊണ്ടാണ് 10 days ചിലപ്പോൾ ഒരു ലീവ് എടുത്തിട്ടാണ് നമുക്ക് വരുന്നത്. ചില കുട്ടികൾ ഒന്നും ചെയ്യാത്ത ഹൗസ് വൈഫുമാരുണ്ട്, അല്ലാതെ കുട്ടികളും നല്ലൊരു പ്രൊഫഷനിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. 10 ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ അവരോട് പറയും, ജോലി കളയല്ലേ, ഇപ്പോൾ നിങ്ങളിതൊരു സൈഡായിട്ട് കൊണ്ടുപോകും. നന്നായിട്ട് വർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ജോലി 1 മാസം നമ്മൾ വർക്ക് ചെയ്താൽ നമുക്കൊരു നല്ല 1-2 വർക്കിൽ നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ബാക്കി ടൈം അവർക്ക് ശരിക്കും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. മറ്റേത് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ജോലി, അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട് മന്ത്ലി. ഒരു ജോലിനെയും ഞാൻ കുറച്ച് പറയുന്നതല്ല, പക്ഷെ ഇത് ഈസി ഏണിങ്സ് ആണ്. നമ്മള് കുറച്ച് പ്രശ്നം എല്ലാ ജോലിക്കും ഉണ്ട്, സ്ട്രെസ്. നമുക്ക് കുറച്ച് ഉറക്കക്കുറവും കുറച്ച് ട്രാവലിങ്ങിന്റെ പ്രശ്നങ്ങൾ, മറ്റേ ഫ്രീലാൻസ് ആയിട്ട് തുടങ്ങുന്നവർക്ക് കുറച്ച് ട്രാവലിംഗ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഉറക്കം നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. ചില കാര്യങ്ങൾ നമ്മൾ ചില ഫംഗ്ഷൻസുകൾ നമ്മളിപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഫംഗ്ഷൻസ് ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. കുഴപ്പമില്ല, ഒരു സൈഡിൽ കൂടെ വരുമാനം വരുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വിഷയമില്ല. ഓക്കെ, എന്തായാലും കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാവരും പറയൂലേ, നമുക്കുള്ള പൈസ നമ്മുടെ ചുറ്റും കിടപ്പുണ്ട്, നമ്മളത് കണ്ടെത്തണം എന്ന് പറയാം. ഞാൻ തുടങ്ങുന്ന സമയത്ത് അധികം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇല്ല ഈ ഫീൽഡിൽ, കുറവാണ്. പിന്നെ നമ്മളുടെ ശരിക്കും ഞാൻ സത്യത്തിൽ ഒരു ബിസിനസ്സുകാരിയൊന്നുമല്ല. ഞാൻ എപ്പോഴും ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ എൻ്റെ വർക്കിൽ ഞാൻ 100% കൊടുക്കും. ബിസിനസ് ചെയ്യാൻ അറിയില്ലെന്നാണോ? സത്യമായിട്ടും അറിയില്ല, എന്നിട്ടാണ് ഇവിടം വരെ എത്തിയേക്കുന്നത്. അതെന്റെ ഡെഡിക്കേഷൻ കൊണ്ട് ഞാൻ കയറി വന്നതായിരിക്കാം. കാരണം ഞാൻ ഒരാളെയും ഫോളോ അപ്പ് ചെയ്യില്ല. ഞാൻ അതൊരു നല്ല ഗുണമായിട്ടല്ല പറയുന്നത്. അത് ബിസിനസ്സിൽ വളരെ ചെയ്യരുതാത്തൊരു കാര്യം തന്നെയാണ്. നമ്മൾ വിളിച്ചൊരു എൻക്വയറി ചെയ്താൽ കാണാതിരിക്കരുത്, സ്വന്തം കുറ്റങ്ങളെ പറഞ്ഞിരിക്കണേ. ഞാൻ ഒരാൾ എന്നെ എൻക്വയറി ചെയ്താൽ ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ആരെയും റിപ്ലൈ ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ കുറേ മെസ്സേജുകൾ ഒരുപാട് വന്നാൽ റിപ്ലൈ ചിലപ്പോൾ വൈകുമായിരിക്കും. ഞാൻ വാട്സപ്പിൽ വരുന്ന എനിക്ക് ഒറ്റ നമ്പറേ ഉള്ളൂ, അത് തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തതാണ്. എനിക്ക് അതിൽ നിന്ന് ഒരു റിപ്ലൈ ഞാൻ ആർക്കും കൊടുക്കാതിരിക്കൂല.
അപ്പം ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് എന്തായി വർക്ക് വേണോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല ഇന്ന വരെ. ഈ 12 വർഷത്തിനുള്ളിൽ ഇടയ്ക്ക് ഒരാളോട് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്താ വിചാരിക്കണേന്ന് വെച്ചാൽ നമുക്കുള്ള വർക്കാണെങ്കിൽ നമുക്ക് വരും, നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ. പക്ഷെ അതല്ല ശരിക്കും ഒരു ബിസിനസ്സുകാർ ചെയ്യേണ്ടത്. ശരിക്കും ബിസിനസ് അറിയാവുന്നവര് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവരും നമുക്ക് ശേഷം വന്നവരും അവരുടെ ബിസിനസ് മൈൻഡ് കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക്. അതൊക്കെ ഞാൻ വളരെ നന്നായിട്ട് തന്നെയാണ് നോക്കി കാണുന്നത്. അതെന്റെ കുറവായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ ഷമിത, വേറൊരു കാര്യം കേട്ടോ. ഇപ്പോൾ പലരും ബിസിനസ് ചെയ്ത് ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ആൾക്കാരുടെ വിശ്വാസം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഷമിത നമ്മുടെ ഈ ഷോയിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് എടുക്കുമെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ്. അത് അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അപ്പം നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ്. ബിസിനസ് അറിയില്ലെങ്കിലും ഏതൊക്കെയോ വഴി കൂടി അത് കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്ഡേറ്റഡ് ആണ്. ഞാൻ എപ്പോഴും അന്ന് പഠിച്ചത് തന്നെയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലും മുംബൈയിലും കേരളത്തിൽ തന്നെ ഒത്തിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കും ഒരു പഠിച്ച് ഇനി അത് വർഷങ്ങളോളം നമ്മളെപ്പോഴും ചെലവാക്കിയാലാണ് നമുക്ക് കിട്ടുള്ളൂ. അതല്ല, അപ്പൊ ഞാൻ ഒത്തിരി പൈസ മുടക്കിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ പ്രൊഡക്റ്റ് ആണെങ്കിലും ഞാൻ എല്ലാ 3 months അല്ലെങ്കിൽ 4 months കൂടിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്. അതിൽ പകുതി ചിലപ്പോൾ നമുക്ക് വർക്കാവില്ല, നമ്മൾ കളയും. വർക്കായ പ്രൊഡക്റ്റുകൾ നമ്മളത് എടുക്കും. പിന്നെ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും എനിക്ക് അങ്ങനെയല്ലേ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. സെൽഫായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനുശേഷമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അതെ അതെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരാളെ മേക്കപ്പ് ചെയ്ത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് മാറി നോക്കുമ്പോൾ നമുക്കൊരു എപ്പോഴും സന്തോഷം വരും. ഭയങ്കര ഇല്ലേ? അതൊരു അത് എന്താ പറയുക, അതിപ്പോൾ എനിക്ക് പോലും പറഞ്ഞറിയിക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഷമിതയുടെ ഉള്ളിലുണ്ടാവും അത്. ഈ പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ അവർക്കും ഒരു സന്തോഷം വരും. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് തന്നെ നമുക്ക് സൗന്ദര്യം കുറച്ച് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ ചെയ്ത് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എല്ലാത്തിലും സന്തോഷം വരുന്ന എനിക്കറിയാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു മറക്കാൻ പറ്റാത്ത റിവ്യൂ എന്താണ്? റിവ്യൂസ് കുറേ ഉണ്ട്. നമ്മൾക്ക് പിന്നീട് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ ആ പയ്യൻ വിളിച്ചിട്ട് നമ്മളോട് ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നു. പാരൻസ് പറയുന്നു, ഗിഫ്റ്റായിട്ട് പാരൻസ് വരുന്നു. ഈ കുട്ടികൾ എന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഗിഫ്റ്റായിട്ട് സാരി ആയിട്ടും അല്ലെങ്കിൽ വാച്ചായിട്ടും അങ്ങനെ ഒത്തിരി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയാൻ കുറേ പേരുണ്ട്. കാരണം നമ്മളൊരു ഇത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം അവർക്ക് ആ ഒരൊറ്റ ദിവസം പിന്നെ ലൈഫിലില്ല. അവരേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് അത്. നമ്മുടെ ഒരു ചെറിയ ഒരു ടൈമിൽ പോലും ഞാൻ അത്രയും പങ്ക്ച്വലാണ്. നമ്മളിപ്പോൾ ചെന്ന് ചെയ്യുന്ന ഒരു വർക്കാണെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ അവരുടെ വീടിന്റെ മുമ്പിൽ എത്തും. എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞ ടൈം വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ടൈമിൽ ഞാൻ ഇവരെ വിളിക്കും. ചില ദിവസങ്ങളിൽ കുട്ടികളെ എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഞാൻ ആ ടൈമും കൂടി കണക്കാക്കിയിട്ടാണ്. കാരണം ഏർലി മോർണിംഗ് അവർ ഒത്തിരി വൈകിയായിരിക്കും തലേന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് കിടന്നുറങ്ങുന്നത്. അപ്പം നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണം. അപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു ½ an hour മുമ്പ് അവരോട് ടൈം പറയും. കാരണം ഒരു ½ hours നമ്മളവിടെ ചെന്ന് വിളിച്ചെണീപ്പിച്ച് അവർക്കൊന്ന് റെഡി ആവാനുള്ള ഒരു ടൈം കൊടുക്കണം എന്നുള്ള രീതിയിൽ വിളിച്ചെണീപ്പിച്ച് അവരെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ടൈമിൽ ഇതുവരെ ഞാൻ ഒരു ഡിലേ പോലും വരുത്തിയിട്ടില്ല. എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും പറയും ക്യാമറയിലാണോ കറക്റ്റ് ടൈമിൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ ചെല്ലട്ടെ, ശരിക്കും ഒരു നോർമലി ഒരു എത്ര ടൈം എടുക്കാറുണ്ട് ഒരു മേക്കപ്പ്? നോർമലി ഇപ്പോൾ ഹിന്ദു ബ്രൈഡ് ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതലാണ്. മുസ്ലിം ബ്രൈഡ്സിനും ക്രിസ്ത്യൻ ബ്രൈഡ്സിനും കുറച്ച് കുറവാണ്. ഒരു 3 hours 3.5 hours അതാണ് മാക്സിമം വരുന്നത്. ശരിക്കും തലേദിവസത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് 11-12 മണിക്കായിരിക്കും കിടക്കുന്നത്. 12 അല്ല, ശരിക്കും 11-12 വരെ ചില ഡാൻസ് പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില പിള്ളേർ ബാച്ചിലേഴ്സ് പാർട്ടി. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ഒരു 3 മണിക്കാണ് വർക്ക്. ആ കുട്ടിക്ക് ക്രിസ്ത്യൻ വെഡിങ് ആണ്. ആൾക്ക് പയ്യന്റെ അങ്ങോട്ട് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. ശരിക്കും ഒരു 6:30 ഒക്കെ ആവുമ്പോൾ വർക്ക് കഴിയണം. അപ്പം നമ്മളൊരു 3 മണി പറഞ്ഞ് ഞങ്ങൾ അവിടെ 3 മണി ഇവർ പറഞ്ഞ ലൊക്കേഷനിൽ ചെന്ന് 3 മണിയായപ്പോൾ ചെന്നപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിൽ അറിയാലോ മേലെയും താഴേക്ക് വേറെ വേറെ ആളുകളായിരിക്കും താമസിക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ ലൊക്കേഷൻ കറക്റ്റാണ്. ഈ കുട്ടിയെ കുറേ വിളിച്ചിട്ടും എടുക്കുന്നില്ല. പിന്നെ ആദ്യത്തെ ആ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ടൊന്നും അവർ എഴുന്നേക്കണില്ല. പിന്നെ നമുക്കൊരു ടെൻഷൻ, ഇത് അവരുടെ വീട് തന്നെയാണോ, ഈ 3 മണി സമയമാണ്, വേറൊരാളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ശരിയല്ല.
ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ തന്നെ കിടന്ന് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്രൈഡ് വിളിച്ചിട്ട് ചേച്ചി ഉറങ്ങിപ്പോയി, പാർട്ടിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിപ്പോവാണ്. എന്നിട്ട് പിന്നെ 1 മണിക്കൂർ കൊണ്ട് നമ്മളത് തീർത്ത് കൊടുക്കേണ്ടി വന്നു. കാരണം ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും കാരണം അവര് ചേച്ചി എങ്ങനെയെങ്കിലും തീർത്തരണം എന്നാണ് പറയണത്. നമ്മുടെ ഭയങ്കര, പക്ഷെ അതൊരു ക്രിസ്ത്യൻ ബ്രൈഡ് ആയതുകൊണ്ട് അറിയാം, കുറെ പൂവോ അല്ലെങ്കിൽ മാലയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 1.5 മണിക്കൂറിൽ എനിക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അവർ ഹാപ്പി ആയിട്ടാണ് പോയത്. പക്ഷേ ടൈം എപ്പോഴും നമ്മളും അവരും പങ്ക്ച്വലായിരിക്കും. ഇതിൽ നിന്നൊരു ഗുണപാഠമുണ്ട്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് 5 പേരെ നമ്പറെങ്കിലും കൊടുക്കണം. അതിനുശേഷം ഞാൻ അങ്ങനെയാണ് അച്ഛന്റെ അമ്മയുടെ എല്ലാവരുടെയും നമ്പർ വാങ്ങി. അതെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ഞാൻ 2-3 പേരുടെ നമ്പർ. ഇപ്പൊ നമ്മള് ഒരു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, അത് നോക്കണേ, ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഒന്ന് ഇപ്പൊ എന്തൊക്കെ പൈസ കിട്ടുന്നു അതൊക്കെ മാറ്റി വെക്കുക. നമ്മളൊരു ആർട്ടാണ്, ഒരു സംഭവം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് തീർക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര സന്തോഷം തന്നെ. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ഇതുപോലെ കുട്ടികളുണ്ടോ? പറഞ്ഞൊക്കെ ഇവര് കേൾക്കായൊന്നുമില്ല. കുട്ടികൾ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ റെഡിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിക്കും അവരുടെ ഒരു 11-11:30ക്കാണ് അവരുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണതെന്ന് വെച്ചോ. ഒരു 2 മണിക്കൂർ മുമ്പ് അവർ റെഡി ആവുക, അത് ഓക്കെയാണ്. ഒരു 1.5 മണിക്കൂർ ഫോട്ടോഗ്രാഫേഴ്സിന് വേണം, 1/2 മണിക്കൂർ അവർക്ക് കാര്യങ്ങൾ, 2-2.5 മണിക്കൂറാണെങ്കിൽ. പക്ഷെ ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫേഴ്സ് കുറ്റം പറയുന്നതല്ല, അവർക്ക് അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒത്തിരി നേരത്തെ 5:30-6 മണിക്ക്, അതായത് സൂര്യൻ ഉദിക്കണ സമയത്ത് തന്നെ റെഡിയായി കഴിയണം എന്ന് പറയുന്നുണ്ട്. 6 മണിക്ക് റെഡിയായി കഴിയണമെങ്കിൽ നമ്മളൊരു 2:30-3 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം ഇവരൊരു 1-1.5 മണിക്കൂർ അവരുടെ ആ ഒരു ഫോട്ടോ സെഷൻ, വെയിൽ ഉദിക്കണതിന് മുമ്പ് അവരുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മണിക്കൂറോളം ഇവർ വെറുതെ ഇരിക്കുകയാണ്. അതിനുശേഷമാണ് പിന്നെ ഇവരുടെ ഫംഗ്ഷൻ തുടങ്ങുന്നത്. ഇവർക്ക് ഈവനിങ് വരെ ഇത് നിൽക്കണം. അപ്പൊ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നോർമൽ ഒരു ഡ്യൂയി മേക്കപ്പോ ഒരു മാറ്റ് ഫിനിഷ് മേക്കപ്പോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈവനിങ് വരെ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ പുതിയതായി. അത് നമ്മൾ ലിക്വിഡി ഫോംസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു കുറേ സമയം നമ്മൾ വെയിലത്ത് നിൽക്കുകയോ കുറേ സമയം നമ്മൾ അതിന് ശരിക്കും AC ഹോളായിരിക്കണം എന്നൊക്കെയാണ് ശരിക്കും ഗ്ലാസ് സ്കിൻ മേക്കപ്പിന് വേണ്ടത്. അപ്പോൾ അത്രയും സമയം നമ്മൾ പുറത്ത് ചിലവഴിക്കുകയും ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെയും AC-യുടെ ഉള്ളിലെല്ലാം ഇരിക്കണമെങ്കിലൊക്കെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ മീൻസ് നമ്മൾ ചെയ്യുന്ന ആ ഗ്ലോയിന്, മേക്കപ്പ് അങ്ങനെ തന്നെ നിൽക്കും, പക്ഷേ ആ ഗ്ലോയിനൊക്കെ ഒരു ചെറിയ ഡിഫറൻസ് വരും. ആ ഗ്ലോയൊക്കെ അങ്ങോട്ട്, ഗ്ലോയാണ് മെയിനായിട്ട് ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവരായിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫാൻ വെക്കുകയോ AC-യുടെ ഏത് നേരം അവർക്ക് AC-യുടെ അടുത്ത് പോയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരാം. അപ്പോഴാണ് ഇത് ഡള്ളാവുക. അതെ, അങ്ങനെയാണ്. കാരണം നമ്മൾ കുറേ സമയം വെയിലത്തൊക്കെ നിന്ന് ഈ മേക്കപ്പ് ഒക്കെ ഒന്ന് ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ മെയിൻ ആ ഫ്രഷ്നെസ് അവരുടെ മെയിൻ ടൈമിൽ 11:30ക്ക് അവരുടെ ആ ഒരു കറക്റ്റ് ടൈമിൽ അവർ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവണം. ഇപ്പൊ പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മേക്കപ്പിനും മാറ്റങ്ങളുണ്ടല്ലേ. ഇപ്പൊ AC ഹോളിൽ നിൽക്കുകയാണെങ്കിൽ ഇതാണ് ബെറ്റർ, അങ്ങനെയുണ്ട്. പക്ഷെ ചിലവർ ചിലപ്പോ ഇല്ല എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഇപ്പൊ ഈ വെയിലത്ത് ഇതിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. അത് മാത്രമല്ല നമ്മള് സാഹചര്യം മാത്രമല്ല ഓരോരുത്തരുടെ സ്കിൻ ടെക്സ്ചർ നോക്കണം. ആ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പോസ് ഉള്ള കുറെ പിമ്പിൾസ് മാർക്സ് അങ്ങനെയുള്ളവർക്കൊക്കെ അവരും വന്ന് ഗ്ലാസ് സ്കിന്നാണ് ആവശ്യപ്പെടുന്നത്. ഗ്ലാസ് സ്കിൻ ഉദ്ദേശിക്കുന്നത് അധികം കവറേജ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഫൗണ്ടേഷനും പിന്നെ ലിക്വിഡി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ലിക്വിഡി ആയിട്ടും ഭയങ്കര തിന്നായിട്ടുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്താൽ ഇവർ ഈ പറയുന്ന മാർക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അവർക്കത് സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അവർക്കൊരു ഡ്യൂയി മേക്കപ്പ്, അതായത് അവരുടെ പാടുകളെല്ലാം കവർ ചെയ്തിട്ട് ഈ ഒരു ഗ്ലോ വരുന്ന ടൈപ്പ് മേക്കപ്പ് ചെയ്ത് കൊടുത്താൽ മോർണിംഗ് ടു ഈവനിങ്, വേണമെങ്കിൽ ഈവനിങ് ഫംഗ്ഷൻ വരെ അവർ ഈ റിസപ്ഷൻ ഫംഗ്ഷൻ വരെ കവർ ചെയ്യാറുണ്ട്. നമ്മൾ പറയുന്ന പോലെ നമ്മൾ സജസ്റ്റ് ചെയ്യും അവരുടെ സ്കിൻ നോക്കിയിട്ട്. അത് അവർ ഓക്കെ ആണെങ്കിൽ രാവിലെ മുതൽ ഈവനിങ് വരെ ഒരേപോലെ ആയിരിക്കും.
ഒട്ടും മേക്കപ്പ് ഇളകില്ല, മാറില്ല. മാറില്ല. അതിപ്പോ എത്ര ഫോട്ടോ എടുത്താലും മാറില്ല, എത്ര വെയിൽ കൊണ്ടാലും മാറില്ല, എങ്ങനെയായാലും പ്രശ്നം ഉണ്ടാവില്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. സ്കിൻ നോക്കി. ഇത് എത്ര ടൈപ്പ് ഓഫ് ഇതുണ്ട് മേക്കപ്പ് ഉണ്ട്? മേക്കപ്പ് നോർമലി മാറ്റ് ഫിനിഷ്, പിന്നെ ഒരു ഡ്യൂയി, പിന്നെ എയർ ബ്രഷ് മേക്കപ്പ്, അങ്ങനെയൊക്കെയാണ് മേക്കപ്പിന്റെ ഇത്. പക്ഷെ ഇപ്പൊ പല ടൈപ്പ് മേക്കപ്പുകൾ ഓരോരുത്തർ, ഇപ്പൊ ഗ്ലാസ് സ്കിൻ, പിന്നെ ഗ്ലോ മേക്കപ്പ്, സ്കിൻ ടൈപ്പ് മേക്കപ്പ്, സ്കിൻ ടോൺ മേക്കപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം മേക്കപ്പ് പല വിധത്തിൽ നമുക്ക് ചെയ്യാം. ഓരോരുത്തരുടെ സ്കിൻ ടെക്സ്ചർ, പിന്നെ അവരുടെ ഒക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ഡ്രസ്സ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. അതെ, അവർക്ക് നമ്മളൊരു മേക്കപ്പ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ ഭംഗിയാവണം എന്നില്ല. അവരുടെ ഔട്ട്ഫിറ്റ് കറക്റ്റ് ആയിരിക്കണം, അതിന് പറ്റിയ ഓർണമെന്റ്സ് ആയിരിക്കണം. അതെല്ലാനും കൂടി വന്നാലാണ് ഒരാൾക്ക് ആ ഒരു മേക്കപ്പിന്റെ ഭംഗി വരും. ഇപ്പൊ ഒരു ക്ലയന്റ് വരുമ്പോൾ ക്ലയന്റിന്റെ ഇഷ്ടമാണോ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോടാണോ ചോദിക്കേണ്ടത് എനിക്ക് ഏതാണ് ബെറ്റർ, ഏതാണ് നല്ല ഓപ്ഷൻ? രണ്ടും വേണം. കാരണം നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടാണ് അവരുടെ ഡേ ആണ്. അവർക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു കല്യാണ ദിവസത്തെ കുറിച്ച് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ ചോദിക്കും ആദ്യം. പിന്നെ അതിനകത്ത് എന്തെങ്കിലും അവർക്ക് ചേരായിക വരുവാണെങ്കിൽ എല്ലാം അവർക്ക് അറിയണമെന്നില്ല. അവരിപ്പോൾ വേറൊരു കൂടുതലും അവർ ആർട്ടിസ്റ്റുകളെയൊക്കെ അവരുടെയൊക്കെ ഹെയർ സ്റ്റൈലായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഫേസിന്റെ ഒരു ഷേപ്പോ ഒന്നും ആവില്ല ഇവർക്ക്. ഫേസ് ഷേപ്പ് അനുസരിച്ചിട്ടൊക്കെ വേണം നമ്മൾ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് ഭംഗിയേക്കാൾ കൂടുതൽ അഭംഗി ഉണ്ടാക്കും. അപ്പം നമ്മളത് അവരോട് പറയും, ഇങ്ങനെയുള്ള ഒരു ഫേസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഹെയർ സ്റ്റൈലിന് പകരം ഞാൻ ഹെയർ സ്റ്റൈലിന് ട്രയൽ കൊടുക്കാറുണ്ട്. കാരണം നമുക്കത് ആ സമയത്ത് ട്രയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ആ സമയം നമ്മൾ നേരത്തെ നോക്കി വെച്ചാൽ ഈ ടൈമിൽ നമ്മൾ ട്രയൽ ചെയ്തതാണല്ലോ, അപ്പം നമുക്കതങ്ങ് ചെയ്തു കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള സജഷൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തുനിന്ന് വരണം. അത് വളരെ നല്ലതായിരിക്കും. രണ്ടുപേരും കൂടി തീരുമാനിച്ചൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതല്ലേ. ഈ എപ്പോഴും നമുക്ക് അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ, ആവശ്യമില്ലാതെ ധൃതി കാണിക്കുന്ന കസിൻസും, ആവശ്യമില്ലാതെ ധൃതി കാണിക്കുന്ന അവരെ കുറ്റം പറയുന്നില്ല ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെയാണ് ഓരോ സൈഡിൽ. അപ്പം നമുക്ക് നമ്മുടെ വർക്കിൽ പ്രഷർ വരും, പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടി വരും. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ടൈമിൽ ഭയങ്കര പങ്ക്ച്വലാണ്. ഞാൻ എൻ്റെ ബ്രൈഡ്സിനോട് പറയും, ഞാനൊരു ടൈം പറയുന്നത് സ്റ്റുഡിയോയിലേക്കാണ് വരുന്നതെങ്കിൽ ആ ഒരു ടൈം പറയുന്നത് കറക്റ്റ് ആ ടൈമിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഒരു 3 മണി പറഞ്ഞാൽ ഞാൻ ഒരു 2:45 സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഞാനൊരു കറക്റ്റ് 3 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ബ്രൈഡിനെ വിളിക്കും, എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അവർ ഇറങ്ങണുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് വിഷമാവും. കാരണം ഞാൻ ആ ടൈമും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് കറക്റ്റ് ആവാൻ പറയുന്നത്. അപ്പം ഞാൻ പറയും, നിങ്ങൾ വരുന്ന ടൈം മുതലാണ് ഞാൻ പറഞ്ഞത് 3 hours, അങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പം ആ ഒരു കുട്ടി വരുമ്പോൾ ഞാൻ പറയും 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ ആളന്വേഷിച്ച് വന്നാൽ മതി, എന്നാലേ ഞാൻ വിടുള്ളൂ എന്നൊക്കെ പറയും. എന്നാലും ഞാനൊരു ½ hour എന്നാലും ഞാൻ അവർക്ക് കൺസിഡർ ചെയ്യും. ഞാനൊരു 3.5 മണിക്കൂർ അവരോട് പറയും. അപ്പം നമ്മളത് മുൻകൂട്ടി കാണണം. ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയായി വരാൻ, ചിലപ്പോൾ വണ്ടി വരാൻ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. ഒരു ലെൻസ് ഇട്ടാൽ പോലും ചിലപ്പോൾ 10-20 മിനിറ്റ് കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വന്നൊക്കെ പോകുന്ന ടൈമുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ അവരോട് ടൈം പറഞ്ഞാൽ നമുക്ക് പങ്ക്ച്വലായിട്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര പ്രഷർ ചെയ്തിട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് വിളിച്ച് അങ്ങനെ ഒരു അനുഭവങ്ങൾ കുറവാണ്. ഞാൻ ഒത്തിരി സ്റ്റാർട്ടിങ്ങിലൊക്കെ 8 ബ്രൈഡ് വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ശ്രീനാഥ് പറഞ്ഞ പോലെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരാളെ നോക്കി നിന്ന് ഭംഗി അറിയാനുള്ള സമയം കിട്ടൂല. അത്രയും ബ്രൈഡ്സിനെ ചെയ്യണ സമയത്ത് സത്യത്തില്ല. ഇപ്പൊ ഞാൻ മാക്സിമം ഒരു 4 ബ്രൈഡിനൊക്കെ എടുക്കാറുള്ളൂ. എനിക്ക് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതും എല്ലാം നോക്കി കണ്ട് എനിക്കിപ്പോൾ അതിനേക്കാൾ വലുത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനത് ആ ഒരു ടൈം ഞാൻ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ 4 ബ്രൈഡുണ്ടെങ്കിൽ 4 ബ്രൈഡിനോടും പറയുന്ന ആ ഒരു ടൈം അവർ കറക്റ്റായിട്ട് പാലിക്കാറുണ്ട്. എൻ്റെ ടൈം ഞാനും കറക്റ്റായിട്ട് പാലിക്കാറുണ്ട്. എല്ലാം ഒരു ഈക്വലി ബാലൻസ് ചെയ്ത് പോകുന്നു. അവരും എന്നോട് സഹകരിക്കും, ഞാനും അവരോട് സഹകരിച്ച് തന്നെയാണ് പോകണം. എനിക്കങ്ങനെ ദുരനുഭവങ്ങളൊന്നുമില്ല. അവർ വന്ന് ബഹളം ഉണ്ടാക്കി അല്ല ടൈമിന് കഴിഞ്ഞില്ല ഒന്നുമില്ല. അത് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും അത് മെയിനായിട്ട് നമ്മളും ആ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത് വളരെ നന്നായി പോകുന്നുണ്ട്. ഓക്കെ, കുറെ ഗുണപാഠങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാവരും കേട്ടോ. അല്ല, ഞാൻ ഇപ്പോൾ അതുപോലെ തന്നെയാണ് ചില ആർട്ടിസ്റ്റുകൾ ഒരു 6 മാസം മുമ്പ്, ഇപ്പോൾ ഈ കുട്ടികൾ 1 വർഷം മുമ്പൊക്കെ നമ്മൾ ബുക്ക് ചെയ്യും. അവരുടെ ഹോളും മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരു ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നത്. അതെ. അപ്പോൾ 1 വർഷം മുമ്പൊക്കെ, ഇപ്പോൾ ഒരു 6 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്തിട്ട് ഒരു വെഡിങ്ങിന് ഒരാഴ്ച മുമ്പ്, ഒരു 2 ദിവസം മുമ്പൊക്കെ വിളിച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അനുഭവങ്ങളൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തും
അല്ല ഒരു മേക്കപ്പ് ബ്രൈഡിന്റെ അടുത്തും ഞാൻ ഇന്ന വരെ ഒഴിവ് പറഞ്ഞിട്ടില്ല. ഈ 12 വർഷത്തിന്റെ അടുക്ക് ഞാൻ ഏറ്റെടുത്ത എല്ലാ വർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഒരു മരണാവശ്യത്തിന് വരെ പോകാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ബ്രൈഡ്, എൻ്റെ ഹസ്ബൻഡിന്റെ വാപ്പ മരിക്കുമ്പോൾ ഞാൻ ഒരു വർക്കിലാണ്. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു ഡെഡിക്കേഷൻ കാരണം ഡെലിവറിയുടെ ടൈമിൽ വരെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. അതെ അതെ ഉണ്ട്. ഞാൻ വർക്ക് എടുത്ത് എനിക്ക് ഡെലിവറി ഒരു 1.5 മാസം മുമ്പ് പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. പിറ്റേ ദിവസം എനിക്ക് വർക്കാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഡോക്ടർ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സിസേറിയൻ വേണം, ഡെലിവറിയുടെ ഇത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. രാത്രിയാണ് ഞങ്ങൾ അവിടെ ചെന്നേക്കണത്. അപ്പോൾ പിറ്റേന്ന് പോകാനുള്ളതെല്ലാം റെഡിയാക്കി ഞാൻ വെച്ചേക്കാണ്. പിന്നെ ഞാൻ രാത്രി തന്നെ വേറൊരു ആർട്ടിസ്റ്റിനെ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്ത്, കോട്ടയത്താണ് വർക്ക്. അവർക്ക് അന്ന് ലൊക്കേഷൻ ഒന്നുമില്ല, ഒരു 10 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ലൊക്കേഷൻ ഇട്ടറിലും പരിപാടിയൊന്നുമില്ല. ഒരു ഏകദേശം വീടിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അഡ്രസ്സൊക്കെ പറഞ്ഞു തരണോളൂ. 4 മണിക്ക് അവിടെ എത്തണം. ഞാൻ അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് പിറ്റേന്ന് എനിക്ക് ഒരു 4 മണി സമയത്ത് ഞാൻ ലേബർ റൂമിലാണ്. എനിക്ക് കോള് വരാണ്. ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അവർക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല, നീ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ ഡോക്ടറിനെ അറിയാം. ഡോക്ടറും അവിടുത്തെ നഴ്സുമാരൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പൊ അവർക്ക് എന്താ കാര്യം അറിയാം. ഞാൻ അവരോട് സംസാരിച്ചിട്ട് സത്യത്തിൽ ഒരു 1.5 മണിക്കൂർ എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവരെ ഫോൺ ചെയ്ത് ബ്രൈഡ് വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഞാൻ അവരെ അവിടെ എത്തിച്ചതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് ഓക്കെ ഡോക്ടറെ നമുക്ക് സിസേറിയന് പോവാം. സിസേറിയനായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് ഹസ്ബൻഡ് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അവര് വിളിച്ചോ ഓക്കെ ആണോ എന്നാണ്. അത് ബേബിയുടെ കാര്യമൊന്നല്ല ഞങ്ങൾ സംസാരിച്ചത്. ഞാൻ ഫസ്റ്റ് ഇതാണ് ചോദിച്ചത്, ഓക്കെ അല്ലേ, അവരവര് വിളിച്ചിരുന്നു, അവർ സാറ്റിസ്ഫൈഡ് ആണോ? കാരണം ശരിക്കും അത് നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ടായി ഒരാൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കേൾക്കുമ്പോൾ. ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് പേര് മേക്കപ്പ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ഭയങ്കര കംഫർട്ടാണ് അവരുടെ മേക്കപ്പിൽ ഭയങ്കര റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും കമ്മ്യൂണിറ്റിയിലെ ആളുകളും വരുന്നുണ്ട്. അതെ അതെ, അവർക്ക് സത്യത്തിൽ നമുക്ക് അവരെ കുറിച്ച് ശരിക്കും അവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ കുഴപ്പം കൊണ്ട് വന്നേക്കുന്ന ഒരു കാര്യമല്ല, ജനറ്റിക് ആയിട്ടുണ്ടായ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം. അവർ പല വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. ശരിക്കും നല്ലൊരു വർക്കിംഗ് പ്ലേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ജോലിയോ നല്ലൊരു കംഫർട്ടായിട്ട് ജീവിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് അവർ വേറെ രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് അവർക്ക് പറ്റിയൊരു ഫീൽഡ് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്നവരും കംഫർട്ടായിരിക്കും, ഇപ്പോൾ അവർക്കും നല്ലൊരു ജോലി, നല്ലൊരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ബാച്ചിലും ഉണ്ടായിരുന്നു. ഭയങ്കര സത്യത്തിൽ എടുത്തു പറയണം, മറ്റു കുട്ടികളെക്കാൾ സ്നേഹമാണ് നമ്മളോട്. ഭയങ്കര കംഫർട്ടാണ് നമുക്ക് അവരോട് പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിലും. അവരുടെ ആ ഒരു എന്താ പറയാ, ഒരു വിനയവും നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെന്റും അതൊക്കെ ആത്മാർത്ഥതയാണ്. സത്യം, എല്ലാ ദിവസവും നമുക്ക് മെസ്സേജ് ഇടും, നമ്മളോട് ഒരുപാട് സ്നേഹമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവരോട് ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങി അവരുടെ പൈസ കളയാനൊന്നും പറയാറില്ല. ആദ്യം കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങാം, നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നതനുസരിച്ച് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക, പുതിയ ഹൈ എൻഡ് ബ്രാൻഡുകൾ വാങ്ങാം. നല്ല വിലയുള്ള സാധനങ്ങൾ തന്നെയാണ്. 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പണിയെടുത്ത് എത്രയോ കാശ നിങ്ങൾ ഉണ്ടാക്കണേന്ന് ചോദിക്കുന്നവർക്കുള്ളതാണ് പറയുന്നത്. ഒത്തിരി ചെലവുണ്ട് ഒരു സൈഡിൽ നല്ല രീതിയിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷിനടക്കം അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഉണ്ട്. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? ഞാൻ പുറത്തുനിന്നാണ്. നമുക്ക് ഇവിടുന്ന് നൈക്കയിൽ കിട്ടും കുറച്ച് പ്രോഡക്റ്റുകൾ. പിന്നെ ഞാൻ എൻ്റെ സലൂണുണ്ട്, സലൂണിൽ നിന്ന് ഉള്ള കംപ്ലീറ്റ് പ്രോഡക്റ്റുകളും നമ്മൾ മാക്മിഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട്, അവിടെ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ പുറത്തുനിന്ന് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വരുമ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ഇപ്പൊ അക്കാഡമി ഉള്ളതുകൊണ്ട് ചോദിക്കണം, അക്കാഡമിയിലേക്ക് വരുമ്പോൾ ആൺകുട്ടികളും ബാച്ചിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്? ഞാൻ 10 കുട്ടികളെയാണ് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒഴിവ് നോക്കിയിട്ട്, നമുക്ക് ട്യൂട്ടർ വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അറിവുകൾ അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ 10 കുട്ടികളുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആൺകുട്ടികളെ ഇത് എടുക്കാറില്ല. കാരണം അവരുടെ ഒരു കംഫർട്ട് സോൺ എന്നുള്ള രീതിയിൽ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവരത് ചെയ്തു പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും 2
രണ്ടുപേര് പെയർ ചെയ്തിട്ടാണ് നമ്മൾ ഇരുത്തുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടിയെ മേക്കപ്പ് ചെയ്ത് പഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പെൺകുട്ടിയുടെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാനാണ് അവർ വരുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് നമ്മൾ വേറൊരാളെ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, വേറൊരു മോഡലിനെ സെറ്റ് ചെയ്ത്. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആൺകുട്ടികൾ ഞാൻ ഗ്രൂം മേക്കപ്പും ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രശ്നമായതുകൊണ്ടല്ല, പക്ഷേ അവർക്കൊരു ഡിസ്കംഫർട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഓക്കെ. ഇപ്പോൾ ഒരു വർഷമല്ല അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട്? 1.5 വർഷം ആവാനായി. ഞാൻ എൻ്റെ ഒരു ഒഴിവ് ടൈമിലാണ്, എല്ലാ മാസവും നമുക്ക് ബാച്ച് ഇല്ല, നമുക്ക് ഒത്തിരി വർക്കുകളുള്ള ടൈമിൽ 10 ദിവസം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഒരു 10 ഡേയ്സ് വേണം. 2 ദിവസം പഠിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അവരത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡെയിലി എന്നുള്ള രീതിയിൽ 10 ഡേയ്സ് കണ്ടിന്യൂസ് മോർണിംഗ് ടു ഈവനിങ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒഴിവ് 10 ദിവസം എനിക്ക് ഒഴിവില്ലെങ്കിൽ മോർണിംഗ് വർക്ക് കഴിഞ്ഞ് വന്നാൽ 10:30ക്ക് എനിക്ക് കയറാം എന്നുറപ്പുള്ള ഒരു 10 ഡേയ്സ് നോക്കിയിട്ടാണ് ക്ലാസ്. ഈ ഹൈ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾ വരെ നമ്മുടെ അടുത്തൊന്ന് പഠിച്ച് വർക്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതെ, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവര് നമുക്കൊരു 2 ഡേയ്സ് ക്ലാസ്സിനൊക്കെ വന്ന് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ തൊഴിലില്ലായ്മ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സൈഡിൽ നമ്മുടെ മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒത്തിരി വളരെ നല്ലൊരു പ്രൊഫഷനാണ്. നമുക്ക് ധൈര്യമായിട്ട് അഭിമാനത്തോടുകൂടി, കാരണം ഒരാളുടെയും കൈയും കാലും പിടിക്കേണ്ട, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. പെൺകുട്ടികൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എപ്പോഴും വേണം. അത് ഹസ്ബൻഡ് നമുക്ക് തരുമില്ല എന്നല്ല, നമുക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എല്ലാം ചെയ്താലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള കുറച്ച് ഇത് കാണുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഡിപ്പെൻഡ് ചെയ്യാതെ പിന്നെ നമുക്ക് അവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ അത് നമുക്ക് നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ കുടുംബത്താണെങ്കിലും കിട്ടുന്ന ആ ഒരു വില വേറെയാണ്. നമ്മളും കൂടി ഏണിങ്സ് എന്തൊക്കെ പറഞ്ഞാലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ധൈര്യവും. അതെ, എല്ലാരും പറയുന്ന പണത്തിന് മേലെ പരുന്തും എന്നല്ല പറയണേ, പണം വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ നല്ലൊരു ലൈഫിനും. പണം നല്ലൊരു ഘടകം, സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും അല്ലേ. അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പണം സന്തോഷം തരുമെന്ന് വെച്ചാൽ കുറേ സന്തോഷങ്ങൾ നമുക്ക് തരും. നമുക്ക് നമ്മുടെ പാരൻസിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മുടെ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം നമുക്കും കൂടി ഉള്ളൊരു. തീർച്ചയായിട്ടും. ഏതായാലും അടിപൊളി. ഏതായാലും വളരെ നല്ല രീതിയിൽ പോകുന്നത് മുമ്പോട്ട്. ഇതിലൊരു കാര്യം, ഇപ്പോൾ പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതൊക്കെ ഉണ്ട്. ആദില, നൂറ, അവരൊക്കെ എങ്ങനെയാണ് കണക്ഷൻ? നമുക്ക് ഇങ്ങോട്ട് ഞാൻ സെലിബ്രിറ്റീസിനെ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ, ഞാൻ എൻ്റെ സലൂണിൽ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരെയാണ് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ബ്രൈഡ്സിൻ്റെ ആ ഒരു ടൈം ഇവർക്ക് ഒരുപാട് തിരക്കുകളുള്ളതാണ് സെലിബ്രിറ്റീസ്. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്ന സമയത്ത് ബ്രൈഡിനെ പോലെയല്ല, പറയുന്ന സമയത്ത് അവർ വരണമെന്നില്ല, നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ആ ഒരു ടൈം നോക്കിന്നാൽ നമ്മൾ അഡ്വാൻസ് വാങ്ങി കയ്യിൽ വെച്ചാണ് ബ്രൈഡ് വെയിറ്റ് ചെയ്യുന്നത്. അവരെനിക്ക് വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നവരെ നമുക്കും കൂടി പറ്റിയ ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതിപ്പോ അതില, ജാസ്മിൻ ജാഫർ, പിന്നെ മാളവിക മേനോൻ, ശ്രീവിദ്യ മുല്ലച്ചേരി, പിന്നെ നമ്മുടെ ശോഭ വിശ്വനാഥ്, അവരൊക്കെ എപ്പോഴും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഞാൻ വിട്ടുപോയി ചോദിക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും സ്വന്തമായിട്ട് ഒരു ഏൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കൊണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ബിഫോർ മാരേജ് ആണെങ്കിലും ഒരു ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന സ്ത്രീകൾ ആരെങ്കിലുമൊക്കെ അവരുടെ ലൈഫ് മാറുന്ന രീതിയിൽ നമ്മുടെ അടുത്തൊന്ന് പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. ചില കുട്ടികൾ വരുമ്പോൾ പറയും, ഫ്രണ്ടിൻ്റെ ഇന്ന് കടം വാങ്ങിയിട്ടാണ് വന്നേക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇത് പണയം വെച്ചിട്ടാണ് ഞാനിത് പഠിക്കാൻ വന്നത്. എനിക്ക് കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പിള്ളേർ വരുന്നുണ്ട്. അവരൊക്കെ സത്യത്തിൽ ഇപ്പോൾ വിളിച്ചിട്ട് എനിക്ക് ഈ മന്ത് ഇത്രയും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി. കാരണം അവരുടെ 2-3 മാസം കൊണ്ട് തന്നെ അവരുടെ കടങ്ങളെല്ലാം വീട്ടി. പിന്നീട് അവർ ഏൺ ചെയ്യുന്ന എമൗണ്ട് വരെ എനിക്ക് ഇട്ട് തരുന്നുണ്ട്. എനിക്ക് ഈ മാസം ഇത്ര എമൗണ്ട് കിട്ടി മിസ്സേ, ഞാൻ എത്ര ജോലിക്ക് ഏത് ജോലിക്ക് പോയാലും എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടൂല. അത് ഭയങ്കര സന്തോഷമാണ്. ഞാനും ഒത്തിരി ഏൺ ചെയ്യുന്നുണ്ട്, ഞാനും ഒത്തിരി സേവ് ചെയ്യുന്നുണ്ട്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. അത് എനിക്ക് എപ്പോഴും പ്രൗഡായിട്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാം, നമ്മൾ ജീവിച്ച് മരിച്ചു എന്നതിനേക്കാൾ നമ്മളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് നാളെ ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഒരു പ്രൗഡ് മദർ ആയിരിക്കും. ഓക്കെ, അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ലൈഫിൽ
ഒരു സ്ഥാപനം നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, അത് വളരെ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഞാൻ വന്ന വഴി എനിക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി ഒരു അക്കാഡമി തുടങ്ങുക. എല്ലാം പോകുന്നത് കറക്റ്റ് വഴി കൂടിയാണ്. എന്തായാലും താങ്കളുടെയും സ്ഥാപനത്തിൻ്റെയും ഈ സേവനം എല്ലാവരിലേക്കും എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.